ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ബഹുമാനപ്പെട്ട അച്ഛ, ശമാശ, അത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത് നിർഭയം സാക്ഷ്യം നൽകുക എന്ന ദൗത്യത്തിലേക്കാണ്. സാക്ഷി എന്ന മലയാളം വാക്കിന് സുറിയാനിയിലുള്ള വാക്ക്, അതിൻ്റെ ശരിയായ സുറിയാനി വാക്ക് സൊഹദോ എന്നാണ്. ഈ സൊഹദോ ആണ് മലയാളത്തിൽ നമ്മൾ സഹദ എന്ന് പറയുന്നു. സഹദ എന്ന് പറഞ്ഞാൽ സാക്ഷി. ആദിമ നൂറ്റാണ്ടിൽ ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ച് സാക്ഷ്യം നൽകുക എന്നാൽ, യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുക എന്നതിൻ്റെ അർത്ഥം രക്തസാക്ഷിത്വത്തിന് ഒരുങ്ങുക എന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹയൊക്കെ പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, റോമാലേഖനം 14-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, റോമൻസ് ചാപ്റ്റർ 14:8, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, ഞാൻ മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു, ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിൻ്റെയാണ്. ജീവിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം, മരിക്കുന്നുവെങ്കിലും യേശുക്രിസ്തുവിൻ്റെ സ്വന്തം, ജീവിച്ചാലും മരിച്ചാലും എല്ലാം ഞാൻ യേശുക്രിസ്തുവിൻ്റെതാണ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 9-ാം തിരുവചനം, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്, ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് മൂലം അപ്പോസ്തലനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ അർഹനുമല്ല, എങ്കിലും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. മറ്റുള്ളവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, പരിശുദ്ധ പത്രോസ്വായിക്ക് വളരെ ഇഷ്ടപ്പെട്ട വചനമാണ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. പിന്നെയോ എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരു ദൗത്യം സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് ആ ദൗത്യം? ഈ ഞാൻ സ്വീകരിച്ച ദൗത്യം അത് ഓരോ ക്രിസ്ത്യാനിയും, പൗലോസ്ലീഹ സ്വീകരിച്ച ദൗത്യം നിങ്ങളും ഞാനും എല്ലാം സ്വീകരിക്കുന്ന ദൗത്യമാണ്. എന്താണ് ആ ദൗത്യം? ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം നൽകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതം ആരെപ്പോലെ ആയിരിക്കണം? ആരുടെ ജീവിതം പോലെ ആയിരിക്കണം? യേശുക്രിസ്തുവിൻ്റെ നമുക്ക് സാക്ഷ്യം നൽകാൻ, യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ജീവിതമായിരിക്കണം. അപ്പോസ്തലന്മാർ എല്ലാവരും യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകി. നബിയന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും എല്ലാം നൽകിയ സാക്ഷ്യം ഇന്ന് ആര് നൽകേണ്ടിയിരിക്കുന്നു? നാം ഓരോരുത്തരും നൽകി. അതെന്താണ് ആ സാക്ഷ്യം? സുവിശേഷത്തിന്, ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്നുള്ള ദൗത്യം അത് നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതം ഏതെങ്കിലും തരത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുക. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20-ഉം 21-ഉം വചനങ്ങൾ. എനിക്ക് ജീവിതം ക്രിസ്തുവും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും, മരണം നേട്ടവുമാണ്. മരിക്കുന്നത് നേട്ടവുമാണ്. എനിക്ക് ജീവിക്കുന്നത്, എൻ്റെ ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. പലർക്കും മരണത്തെ പേടിയാണ്. എബ്രായ ലേഖനം
2-ാം അധ്യായം, കൃത്യവാചനം ഞാൻ നോക്കുന്നത്, 11-ാമത്തെ വാക്യം അല്ല 15-ാമത്തെ വാക്യം. എബ്രായർ 2:15 ഒന്ന് വായിക്കാം. അതു മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ, അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതാണ്. അപ്പം നമ്മൾ മരണത്തെ പേടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഏതോ ഒരു അടിമത്തമാണ്. യേശുക്രിസ്തു എന്ത് ചെയ്തു? മരണത്തെ തോൽപ്പിച്ചു, അല്ലേ? ഇനി മരണത്തെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? മരണത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ? മരണത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് നമുക്ക്? നിങ്ങളെല്ലാം നല്ല ധ്യാനങ്ങളൊക്കെ കൂടി വളരെ ആത്മാവിൽ ഇങ്ങനെ വളർന്നിരിക്കുന്ന വ്യക്തികളാണ് എന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ മരണത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? മരണത്തെ തോൽപ്പിച്ചവനാണ് ആര്? യേശുക്രിസ്തു. മരണം എന്തിനാണ്? നമുക്ക് എന്തൊക്കെയുണ്ട്? ശരീരമുണ്ട്, ആത്മാവുണ്ട്, മനസ്സുണ്ട്, എല്ലാം ഉണ്ട്. ഈ കൊല്ലുന്നവർക്ക് എന്തിനെ മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ? ശരീരത്തെ മാത്രമേ കൊല്ലാൻ സാധിക്കൂ. അവർക്ക് ആത്മാവിനെ കൊല്ലാൻ സാധിക്കുമോ? ഒരിക്കലും ആത്മാവിനെ കൊല്ലുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മനുഷ്യരെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ലെ, ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആരെ ഭയപ്പെടണം? പക്ഷേ ആരെ പേടി വേണം? ദൈവത്തെ. ആരെ പേടിക്കണം? ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. ഈ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികളെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് അങ്ങേയറ്റം ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തെ കൊല്ലുവാനായിട്ട് സാധിക്കും. അങ്ങനെ ശരീരത്തെ കൊല്ലുവാൻ മാത്രം കഴിയുകയും എന്നാൽ ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുന്നവരെ നിങ്ങൾ ഭയപ്പെടും. എന്നാൽ ജീവന്റെയും മരണത്തിന്റെയും അധികാരിയാണ് ആര്? ദൈവം, യേശുക്രിസ്തു. അതുകൊണ്ട് നമ്മൾ ആരെ ഭയപ്പെടണം? യേശുവിനെ. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവഭയം ഉള്ളവരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. നമ്മുടെ വിശുദ്ധി എല്ലാം എങ്ങനെ പൂർത്തീകരിക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ദൈവഭയത്തിൽ പൂർത്തീകരിക്കണം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. നമ്മൾ എങ്ങനെയാണ് അത് ശുദ്ധീകരിക്കുന്നത്? നിങ്ങളെല്ലാം ശുദ്ധീകരിച്ച വ്യക്തികളല്ലേ? എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? ഒരു കൂദാശ വഴിയാണ് ശുദ്ധീകരിക്കുന്നത്. ഏത് കൂദാശ വഴിയാണ്? കുമ്പസാരം എന്ന കൂദാശ വഴി എന്ത് ചെയ്യുന്നു? നമ്മൾ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയും കഴുകിക്കളയുകയും പിന്നെ ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും. ആരെങ്കിലും മരണത്തെ പേടിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ വ്യക്തിക്ക് ആരെ പേടിയില്ല? ദൈവത്തെ പേടി. ആരെങ്കിലും ഇരിപ്പുണ്ടോ ഇവിടെ മരണത്തെ പേടിക്കുന്നവര്? കൈവക്കുകയൊന്നും വേണ്ട, ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. മരണത്തെ പേടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്?
ദൈവത്തെ പേടിയില്ല. മരണത്തെ ഭയമില്ല എങ്കിൽ നമ്മുടെ മരണഭയം നീങ്ങിപ്പോകും. നമുക്കറിയാം നമുക്ക് എന്ത് വന്നു കൈവരികയാണ്, നമുക്ക് ദൈവഭയം കൈവരിക. ഈ കേരളത്തിൽ താമസിക്കുന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ പറഞ്ഞാണ്, അതുകൊണ്ടാണ് ഇനിയും പറയുന്ന ഒരു ആവർത്തനമാകുമെന്ന് എനിക്കൊരു പേടിയാണ്. എങ്കിലും ഞാൻ പറയാം. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇറാഖിലുള്ള ഒരു അച്ഛൻ്റെ കാര്യം, കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ കാര്യം. ആ അച്ഛൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പൗലോസ് എന്ന പേര് സ്വീകരിച്ച അച്ഛൻ ഒരു മൂസലിലൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ഭീകരന്മാരെല്ലാം ഈ അച്ഛനെ പിടിച്ചു. ഭീകരന്മാരെല്ലാം അവിടെയുള്ള ക്രിസ്ത്യാനികളെ എല്ലാം കൊല്ലാൻ ആദ്യം തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും കൊല്ലണ്ട, എല്ലാവർക്കും വേണ്ടി ഒരാളെ കൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അച്ഛനെ പിടിച്ചത്. എന്നിട്ട് അച്ഛനോട് പറയുകയാണ്, ആദ്യം പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിനെ തള്ളി പറയുക. അപ്പോഴെന്താണ്, നമ്മൾ ആരെങ്കിലും യേശു ക്രിസ്തു തള്ളി പറയുമോ? ഇല്ല. യേശു ക്രിസ്തുവിനെ തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ വൈഫിനെ വിളിക്കുകയാണ് അച്ഛൻ്റെ ഫോണിൽ. നിന്നിട്ട് പറയുകയാണ്, എന്ത്, നിൻ്റെ ഹസ്ബൻഡിനെ കൊല്ലാൻ പോവുകയാണ്, നീ ഒരു കാര്യമുണ്ട്, അച്ഛനെ വിട്ടു തീർക്കാം, നീ അച്ഛനോട് നിൻ്റെ ഹസ്ബൻഡിനോട് പറയുക യേശു ക്രിസ്തുവിനെ തള്ളി പറയുക എന്ന്. ഇവരെല്ലാം ദൈവഭയമുള്ള ഒരച്ഛനെയും അച്ഛൻ്റെ വൈഫിനെയും, നമുക്കെല്ലാം ഉണ്ട് ദൈവഭയമുണ്ടെങ്കിലും ഈ പ്രത്യേക സന്ദർഭങ്ങളിലാണ് ഇത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അച്ഛന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, അച്ഛന് ജീവൻ തിരിച്ചു കിട്ടും. ഒരു വാക്ക് പറഞ്ഞാൽ മതി, യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞാൽ ആ നിമിഷം എന്ത് തിരിച്ചു കിട്ടും? ജീവൻ തിരിച്ചു കിട്ടും. അവിടെ ഒരു ജീവൻ വേണോ അതോ മരണത്തെ സ്വീകരിക്കണോ? ആ ഒരു ചോദ്യമാണ്. അതിൻ്റെ മുമ്പിലാണ്. നമ്മളൊക്കെയാണെന്ന് ഒരുപക്ഷെ പതറിപ്പോയെന്നിരിക്കും. പക്ഷെ അച്ഛൻ എന്ത് ചെയ്യുകയാണ്? അച്ഛൻ പറഞ്ഞു, എനിക്ക് ആരെ മതി? ഒന്നുകിൽ യേശു ക്രിസ്തു, അല്ലെങ്കിൽ മരണം, ശാരീരികമായ മരണം. ഏത് വേണം? അച്ഛൻ ഈ വാക്യങ്ങളൊക്കെ ഒരുപക്ഷെ അച്ഛൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. എന്താണ്? ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുന്നവരെയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. നമുക്കറിയാം. എന്തായാലും അച്ഛൻ ധീരതയോടെ ആ വ്യക്തികളെ നേരിട്ടു. അച്ഛൻ്റെ അമ്മായി എന്ത് ചെയ്തു? അച്ഛൻ്റെ അമ്മായിയും പറഞ്ഞെന്താണ്? എൻ്റെ ഹസ്ബൻഡ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിന് ഭേദം അദ്ദേഹം മരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി മാറി. പൗലോസ് ഇസ്കന്ദർ എന്നാണ് അച്ഛൻ്റെ പേര്. നിങ്ങൾ ഓർക്കുക, പൗലോസ് ഇസ്കന്ദർ എന്ന കോറപ്പിസ്കോപ്പ അച്ഛൻ ഇറാഖിൽ മൂസലിൽ രക്തസാക്ഷിയായി. അവർക്കറിയാമായിരുന്നു. ഇതാ നമ്മൾ വായിച്ച വേദഭാഗം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാമത്തെ വചനം. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവിടെ ആര് നമ്മളെ ഏറ്റുപറയും? നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവസ്ഥ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് നമുക്കുള്ളത്? അങ്ങനെയൊന്നും ഞങ്ങളോട് ചോദിക്കരുത് അല്ലേ. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുതല്ലേ. മരണം, ഈ 4 കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ സഭ എപ്പോഴും പറയും. നമ്മളെപ്പോഴും ഓർക്കണം. ഒരു ക്രിസ്ത്യാനി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? എപ്പോഴും ഓർക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? മരണം, ന്യായവിധി, നരകം, സ്വർഗം. എന്തൊക്കെയാണ്? മരണം, ന്യായവിധി, സ്വർഗം. മരിക്കാൻ, ഇപ്പം ഉദാഹരണത്തിന് മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും പല പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ഏറ്റവും വലിയൊരു പാപമാണെന്ത്? വിദ്വേഷം, പിണക്കം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരാഗ്യം. ഈ വൈരാഗ്യം കളയാനുള്ള ഏറ്റവും എളുപ്പം ഒരു വഴിയാണ് എന്ത്? മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതെവിടെയാണ് പറയുന്നത്? സിറാക്കിൻ്റെ പുസ്തകം 15-ാം അധ്യായം. സിറാക്കിൻ്റെ പുസ്തകം 15-ാം അധ്യായം. പതിനഞ്ചിലല്ലെന്ന് തോന്നുന്നു. അതായത് മരണത്തെ ഓർക്കുക ഉള്ളതാണ് വചനം. ആർക്കെങ്കിലും അറിയാം? അത് മരണത്തെ ഓർത്താൽ മതി. എന്ത് ചെയ്യുക? മരണമുണ്ടെന്ന് ഓർക്കുക. ജീവനും മരണവും മനുഷ്യന്റെ മുൻപിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ്.
ജീവനും മരണവും മനുഷ്യന്റെ മുൻപിലുണ്ട്. മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. ഇഷ്ടമുള്ളത്, അതായത് മരണമുണ്ടെന്ന് ഓർക്കുക, ശത്രുതയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നാണ്. എവിടെയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി, ക്ഷമിക്കണം. അപ്പൊ നമ്മൾ മരണത്തെ ഓർത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ശത്രുതയിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പം മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കറിയാം ഇനിയും നമ്മുടെ ജീവിതം, അതായത് നാം എല്ലാവരും ഒന്ന് മരിച്ചു കഴിഞ്ഞതാണ് യേശുക്രിസ്തുവിനോട് കൂടെ ഒരു കൂദാശ വഴി. ഏത് കൂദാശ വഴിയാണ്? മാമോദീസ എന്ന കൂദാശ വഴി. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ, യേശുക്രിസ്തുവുമായി ഒന്നായി ചേരുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച, മാമോദീസ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന്, മാമോദീസ സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. യേശുക്രിസ്തുവുമായി ഒന്നായി ചേരുവാൻ മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും അവന്റെ മരണത്തോട് ഒന്നായി ചേരുവാനാണ് മാമോദീസ സ്വീകരിച്ചത്. അപ്പൊ നമ്മളെല്ലാം എന്ത് ചെയ്ത് കഴിഞ്ഞു? ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി മരണത്തെ പേടിക്കണോ? വേണ്ട. സിറാക്ക് 28-ാം അധ്യായം 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം. 28:6. അത് ഞാൻ നേരത്തെ തപ്പിയ വാക്യം. സിറാക്ക് 28:6. ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. ശത്രുത എന്ന് വെച്ചാൽ മരണമുണ്ടെന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യണം? ശത്രുത. ആരുടെയും ശത്രുതയുണ്ടോ നിങ്ങൾക്ക്? ശത്രുതയുണ്ടെങ്കിൽ എന്തോർത്താൽ മതി? നമ്മൾ ഒരു ദിവസം മരിക്കും എന്നോർത്ത് കഴിഞ്ഞ് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യും? പിണക്കമല്ല. നാളെ നമ്മൾ മരിക്കും, അല്ല ഇന്ന് നമ്മൾ മരിക്കാൻ പോവുകയാണ്, നമുക്കൊരു അറിവ് കിട്ടാണ് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിണക്കം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തോർത്താൽ മതി? നമ്മൾ ആരായിട്ടൊക്കെ പിണക്കം വെച്ചുകൊണ്ടിരിപ്പുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്തോർത്താൽ മതി? നമുക്കെല്ലാം എന്തുണ്ട്? മരണമുണ്ട് എന്നോർക്കുക. എന്ത് ചെയ്യും? ശത്രുത അവസാനിപ്പിക്കുക. എന്നിട്ട് പറയുകയാണ്, കൽപ്പനകൾ അനുസരിച്ച് നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്, കൽപ്പനകൾ പാലിക്കുക. നമുക്കറിയാം ഇന്ന് നമ്മൾ കൊത്തിനെ പട്ടണത്തിൽ, അതായത് കൊത്തിനെ ഞായറാഴ്ചയാണ് നമ്മൾ ആചരിച്ചത്. അവിടെ കന്യകമറിയാം അമ്മ കാനായിലെ കല്യാണത്തിന്റെ സമയത്ത് സേവകന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു. കന്യകമറിയാം അമ്മ അവിടെ മീഞ്ഞു തീർന്നു പോയി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന ആ ജോലിക്കാരോടൊക്കെ പറയുന്നത് എന്താണ്? അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യും. ആരാണ് ഈ അവൻ? യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ത് പറയുന്നു? യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങളാണ് എന്ത്? ദൈവത്തിന്റെ വചനങ്ങൾ. അവൻ എന്തു പറയുന്നു അതുപോലെ തന്നെ ചെയ്യുവിൻ എന്ന്. അതുകൊണ്ട് മരണത്തെ ഓർത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൽപ്പനകൾ അവൻ പറയുന്നത് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. കണ്ടോ? അപ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് കാണുന്നില്ലേ? പലർക്കും മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പേടിയാണ്. പക്ഷേ പല പരിശുദ്ധന്മാരായ ആളുകളും പരിശുദ്ധന്മാർ പലരും നമ്മളോട് പറയുന്നത് എന്താണ്? ഓരോ ദിവസവും നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം? മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. നമുക്കൊരു മരണമുണ്ട് എന്നോർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധിക്കും? ഒന്ന്, ശത്രുതകളൊക്കെ അവസാനിപ്പിക്കാൻ സാധിക്കും. പിന്നെ കൽപ്പനകളെല്ലാം പാലിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്കൊരു പ്രചോദനം ലഭിക്കും. അതുകൊണ്ട് മരണത്തെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതാണ് പ്രധാനം. മരണത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പേടിക്കുവാൻ പാടില്ല. മരണഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ് ആര് വന്നത്? നമ്മൾ ആരെങ്കിലും മരണഭയമുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക. ഈ കർത്താവ്, എനിക്ക് മരിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ കർത്താവ് തന്നെ എന്ത് ചെയ്യും? മരണഭയം എടുത്ത് മാറ്റി എന്ത് ഭയം തരും നമുക്ക്? മരണഭയം മാറിക്കഴിഞ്ഞാൽ എന്ത് ഭയം വേണം നമുക്ക്?
ദൈവ ഭയം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തില് 20-ാമത്തെ 22, 21, 22 ഒന്ന് വായിക്കാമോ? കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ ഭയമില്ലേ? നിങ്ങൾക്ക് എന്നെ ഭയമില്ലേ? കർത്താവ് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്നെ ഭയമില്ലേ? എന്റെ മുമ്പിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ? എന്നിട്ട് പറയുകയാണ്, കടലിനെതിരായി ഞാൻ മണൽ തീരം സ്ഥാപിച്ചു, അലംഘ്യമായ അതിർത്തി. തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല, അവ ആർത്തിരമ്പിയാലും അതിനെ മറികടക്കുകയില്ല. 24-ാമത്തെ വാക്യം. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം. നമ്മുടെ ദൈവം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം. അവിടെയും നമ്മൾ ആരെ ഭയപ്പെടണമെന്നാണ് പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം. അതിന്റെ ഹെഡിങ് തന്നെ ഇതാണ്, ഭയം കൂടാതെ സാക്ഷ്യം നൽകുക. വിനോയച്ചൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കാമിശ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ, ഇപ്പോഴത്തെ ബാവായായ മോർ ഇഗ്നാത്തിയോസ് അഫ്രൈം ദ്വിതീയൻ ബാവായുടെ ജന്മസ്ഥലമാണ് കാമിശ്ലി. ആ കാമിശ്ലിയിൽ 3 ആക്രമണങ്ങളിലായിട്ട് 2 റെസ്റ്റോറൻറ്റുകൾ അവർ തകർത്തു. അതുപോലെ തന്നെ 3-മതൊരാക്രമണവും ഉണ്ടായി. അതുവഴി ഏകദേശം 20ഓളം പേരാണ് രക്തസാക്ഷികളായത്. അവരെല്ലാം മരിച്ചു, കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവർ കൊല്ലപ്പെട്ടവരെല്ലാം അപ്പോഴെല്ലാം നമുക്കവിടെ സിറിയയിൽ ഞങ്ങളെല്ലാം സിറിയയിലാണ് താമസിക്കുന്നത്. സിറിയയിൽ താമസിക്കുന്ന ബാവയോട് പലരും വിശ്വാസികൾ ആവശ്യപ്പെട്ടു, നമ്മൾ എന്തിനാണ് സിറിയയിൽ ഇനിയും താമസിക്കുന്നത്? സിറിയയിൽ നിന്ന് പോകരുതോ? ദമാസ്കസിലാണ് ബാവ താമസിക്കുന്നത്. ദമാസ്കസിൽ നിന്നും മാറിപ്പോയി വേറെ എവിടെയെങ്കിലും, ഒന്നുകിൽ ലെബനോനിൽ പോയി താമസിക്കരുതോ, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയി താമസിച്ച് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി താമസിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് താമസിക്കുക. എവിടെ താമസിച്ചാലും എന്തിന് ഇത്രയും പ്രതിസന്ധിയുള്ള സ്ഥലത്ത് പരിശുദ്ധ ബാവ താമസിക്കുന്നു ചോദിക്കുമ്പോൾ ബാവ പറയുന്ന മറുപടി ഇതാണ്, ഇതാ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ള ദൗത്യമാണ്. ജീവിതത്തിലൂടെയാണെങ്കിലും മരണത്തിലൂടെയാണെങ്കിലും യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തില്ല? മരണത്തെ ഭയമില്ല. കാരണം മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ പിന്നെ നമുക്കെന്തില്ല? മരണത്തെ പേടിക്കേണ്ടതായി വരികയില്ല. ലൂക്കോസിന് ശേഷം 12-ാം അധ്യായം ഇവിടെ പറയുകയാണ്, 5-ാമത്തെ വാക്യം, 4ഉം 5ഉം വാക്യങ്ങൾ. എന്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നെയോ, എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. ആരെ ഭയപ്പെടണമെന്നും കർത്താവ് പറയുന്നുണ്ട്. ആരെയാണ്? കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. അൻപതാമത്തെ വാക്യം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ദൈവഭയമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്, ദൈവഭയമുള്ളവരുടെ എല്ലാം മേൽ എന്ത് ചെയ്യും? ദൈവം തൻ്റെ കരുണകൾ വർഷിക്കും. അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ, അല്ലെങ്കിൽ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് എന്ത് ചെയ്യും? കാരുണ്യം വർഷിക്കും. അതുകൊണ്ട് ദൈവഭയമുള്ളവരായി നിർഭയം ദൈവത്തിന് സാക്ഷ്യം നയിക്കുന്ന വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറണം. ദൈവഭയം ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പാപം ചെയ്യും. മനുഷ്യർ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? സങ്കീർത്തനം 14:1, 14-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചു. ദൈവമില്ല എന്ന്
മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. കണ്ടോ, നമ്മൾ മ്ലേച്ഛതയുടെ പുറകെ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ നന്മ ചെയ്യാൻ വിമുഖത കാണിക്കുന്നെങ്കിൽ, തിന്മ ചെയ്യുന്നുവെങ്കിൽ എല്ലാം നമുക്കറിയാം എന്താണ്. അവരൊന്ന് ദൈവമുണ്ട് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നില്ല. അവർ അത്തരം കൊണ്ട് എന്ത് പറയും? ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഹൃദയത്തിൽ എന്താണ് പറയുന്നത്? ഇതാരും കാണുന്നില്ല, ദൈവം ഇല്ല എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നു. പിന്നെയോ, നന്മ ചെയ്യുന്നവർ ആരുമില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും. എന്തെന്നാൽ ദൈവം നീതിമാന്മാരോട് കൂടെയാണ്. നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും. എന്നാൽ അവിടെ പറയുകയാണ്, എന്താണ് പറയുന്നത്? ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവഭയമില്ലാത്തവരാണ് എന്ത് ചെയ്യുന്നത്? പാപം ചെയ്യുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 20-ാമത്തെ വാക്യം. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട. കർത്താവ് എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് എന്ത്? നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. അപ്പോൾ മരണത്തെ പേടി മാറണമെങ്കിൽ, മരണഭയം മാറിപ്പോകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കണം. നമ്മുടെ ജീവിതം പാപത്തിൽ നിന്ന് വിട്ട് ഉള്ള ജീവിതം ആയിരിക്കണം. പാപം ചെയ്യുന്നവർ ആരെ പേടിക്കും? മരണത്തെ പേടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മരണഭയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അനേകം തരത്തിലുള്ള പാപങ്ങൾ ഉണ്ടാവും, അല്ലേ? അറിഞ്ഞും അറിയാതെയുമെല്ലാം നമ്മൾ അനേകം പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പാപത്തിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ വിട്ടുമാറാനില്ല. നമ്മുടെ പാപങ്ങളെല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? ഹൃദയത്തിലാണല്ലേ. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പാപം വരുന്നത് എവിടെ നിന്നാണ്? ഹൃദയത്തിലാണ്. എല്ലാം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. നമ്മളെ അശുദ്ധനാക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യും. നമ്മൾ ഓർക്കുക, നമ്മൾ പറഞ്ഞത് ഇതാണ്: മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഏറ്റവും ആത്യന്തികമായിട്ടൊരു മനുഷ്യനെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ശരീരത്തെ കൊല്ലാനായിട്ട് സാധിക്കും. പക്ഷേ ആത്മാവിനെ കൊല്ലാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. ഇനിയും മരണത്തെ പേടിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവഭയത്തിനായിട്ട്, മരണത്തെ ഭയപ്പെടുന്ന വ്യക്തി ദൈവഭയത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്നോടുള്ള ഭയം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഭയമുള്ള വ്യക്തിക്ക് പാപം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. പാപത്തിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് അവർക്ക് കഴിയും. അതുകൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക. പലർക്കും പിശാചിനെ പേടിയാണ്. ചില വ്യക്തികളെ കാണാം, അവർക്ക് ആരെയാണ് പേടി? ദൈവത്തെ പേടിക്കുന്നതിന് അവരെന്ത് ചെയ്യും?
പിശാചിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ? യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ പിശാചിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ഒരു പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധരുടെയും നാമത്തിൽ എന്ന് പറഞ്ഞ് കുരിശ് വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പിശാചിന് അവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. വളരെ പ്രധാനപ്പെട്ടതാണ് കുരിശ് വരയ്ക്കുക എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കുരിശ് വരയ്ക്കുന്നിടത്ത് പിശാചിന് നിൽക്കാനായിട്ട് സാധിക്കുമോ? ജസ്റ്റ് ഇങ്ങനെ കുരിശ് വരച്ചു കഴിഞ്ഞാൽ അവന് പേടിയാണ്. അതുകൊണ്ട് പിശാചിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. പലർക്കും പലതരത്തിലുള്ള പേടികളാണ്. പിശാചിനെ പേടിക്കും, ചില രോഗങ്ങളെ പേടിക്കും. രോഗങ്ങളെ പേടിക്കേണ്ട കാര്യമുണ്ടോ? രോഗം വന്നു കഴിഞ്ഞു ഞാൻ മരിച്ചു പോകും. ഇതും അവസാനം ചെല്ലുന്നത് ഇത് മരണഭയത്തിലോട്ടാണ് ചെല്ലുന്നത്. രോഗം വന്നു കഴിഞ്ഞ് ഈ രോഗം മൂർച്ഛിച്ച് ഞാൻ മരിച്ചു പോകുമോ എന്ന് പേടിക്കുകയാണ്. രോഗത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ? രോഗത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, രോഗത്തെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെന്താണ്? പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല, മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. ആരെ മാത്രം ഭയപ്പെട്ടാൽ? ശരീരത്തെ കൊല്ലുന്നവരെ മനുഷ്യരെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ വഴികൾ നടക്കണം. 128 സങ്കീർത്തനം 1 വാക്യം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും അവന്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ഇവിടെ എല്ലാം നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴെല്ലാം നമ്മൾ കേൾക്കുന്ന ഇതാണ്: കർത്താവിനെ ഭയപ്പെടുക, അവന്റെ വഴികൾ നടക്കുക, അവനാണ് ഭാഗ്യവാൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 12 അധ്യായം 13-14 വാക്യങ്ങൾ. പരിസമാപ്തി ഇതാണ്, എല്ലാം കേട്ട് കഴിഞ്ഞത് തന്നെ എന്ന് പറഞ്ഞിട്ട് പറയാണ്. ദൈവഭയമുള്ളവനായിരിക്കുക. എന്നിട്ട് ഈ സഭാപ്രസംഗൻ പറയുകയാണ്, എല്ലാത്തിൻ്റെയും സാരം ഇതാണ്. ഇത് ഈ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇല്ലേ, എല്ലാത്തിൻ്റെയും സാരം ഇതാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്താണ്? ദൈവത്തെ ഭയപ്പെടുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. ദൈവത്തെ കൽപ്പനകൾ പാലിക്കുക. എല്ലാം നമ്മൾ ഈ ധ്യാനം കൂടുന്നതും നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതും എല്ലാത്തിൻ്റെയും സാരം ഇതാണ്. എന്താണ്? ദൈവഭയമുള്ളവനായിരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക. പിന്നെയോ മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ കർത്തവ്യം ഇതാണ് എന്ന് സഭാപ്രസംഗൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവഭയമുള്ളവനായിരിക്കുക. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിക്ക് മറ്റൊന്നിനെ ഭയപ്പെടുകയില്ല. ഇനിയും ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതായിരിക്കും, എനിക്ക് ഓർമ്മയില്ല, ആവർത്തനമാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പരിശുദ്ധ പിതാവ് ലബനോനിൽ ആയിരുന്ന സമയത്ത്, അന്ന് ഞാനും ലബനോനിൽ വന്നു. നാട്ടിൽ നിന്നും അതിഥികൾ പരിശുദ്ധ പത്രീസ് ബാബയെ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വരുന്ന സമയത്ത് ഞാൻ ഈ അതിഥികളെയും കൊണ്ട് പുറത്തുള്ള സ്ഥലങ്ങൾ കാണിക്കുവാനായിട്ട് കൊണ്ടുപോയ സമയത്ത് അവരെന്നോട് ചോദിച്ചു, ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, നിങ്ങൾ സിറിയൻ ഓർത്തഡോക്സ് അല്ലേ? ഇതാ ഇറാഖിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ, നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ആളുകൾക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്, അതായത് സുറിയാനി ഓർത്തഡോക്സ് സഭ അംഗങ്ങൾക്കൊക്കെ എന്തോ പ്രശ്നമുണ്ടെന്നാണ് കേട്ടത് എന്ന് പറഞ്ഞു അയാൾ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു, രാത്രിയായി, വൈകുന്നേരമായി. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പരിശുദ്ധ പത്രീസ് ബാവയുടെ മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ബാവയുടെ അടുത്ത് ചെന്ന് ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, അതുപോലെ ആ കാര്യങ്ങളൊക്കെ ബാവയോട് സംസാരിക്കണം. എന്തെങ്കിലും നാട്ടിൽ നിന്ന് എന്തെങ്കിലും വിവരമുണ്ടോ, കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസൊക്കെ പറയേണ്ട കാര്യമുണ്ട്. അന്നത്തെ ദിവസം ഞാൻ ബാവയുടെ അടുത്ത് ചെന്നപ്പോൾ ബാവ ഒറ്റയ്ക്ക് ബാവയുടെ ഓഫീസ് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ബാവയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ബാവ ഇറാഖിൽ എന്തോ സംഭവിച്ചു എന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. എന്താണ്, വാട്ട് ഹാപ്പൻഡ് ഇൻ ഇറാഖ് എന്ന് ചോദിച്ചു. ബാവ എന്നെ നോക്കിയിട്ട് ബാവയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ്, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ബാവനോട് പറഞ്ഞു, ലെറ്റ് us go to the church എന്ന് പറഞ്ഞിട്ട് ബാവ എന്നെയും കൂട്ടിക്കൊണ്ട് മേളത്തെ നിലയിലാണ് ഓഫീസ്, താഴത്തെ നിലയിൽ അച്ചാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബിനോയിച്ചനൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എൻ്റെ പട്ടംകൊടയ്ക്ക് അവിടെ താഴത്തെ നിലയിലേക്ക് വന്നിട്ട് താഴെ ചെറിയൊരു ചാപ്പലുണ്ട്. ആ ചാപ്പലിലാണ് ബാവയെ തിരഞ്ഞെടുത്ത ചാപ്പലാണത്. ആ ചാപ്പലിട്ട് അകത്തോട്ട് കയറിയിട്ട് ഞങ്ങൾ കയറി ചെല്ലുന്ന ഉടൻ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്നത്
ബൈബിൾ മുത്തുകയാണ്. ബൈബിൾ മുത്തിയിട്ട് ആണ് പ്രാർത്ഥിക്കുന്നത്. ബാബ നേരെ ചെന്ന് നടുക്കുള്ള ബൈബിൾ ഇങ്ങനെ മുത്തിയിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുന്നതാണ് ഞാൻ കണ്ടത്. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ബാബ ഇങ്ങനെ നിലവിളിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഞാൻ പേടിച്ചു പോയി, എന്താണ് ബാബ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ ബാബ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ജോൺ കവാത്ത് ദിവനാസ്യസ് എന്ന തിരുമേനിയുണ്ട്. അദ്ദേഹമാണ് പേട്രിയാർക്കൽ അസിസ്റ്റൻറ്റ്, ബാബയുടെ കൂടെ എപ്പോഴുമുള്ള വ്യക്തിയാണ്. അപ്പം ബാബയും ഞാനും മാത്രമേ ഉള്ളായിരുന്നു ചാപ്പലിൽ. അദ്ദേഹം പെട്ടെന്ന് ഓടി വന്നിട്ട് എന്നെ വിളിച്ച് പറയുമെന്ന് പുറത്തു വന്നു. ഞാൻ പുറത്തോട്ട് ചെന്നു. അപ്പോൾ ജോൺ കവാത്ത് തിരുമേനി എന്നോട് ചോദിച്ചു, തിരുമേനി എന്തെങ്കിലും ബാബയോട് പറഞ്ഞോ, പത്രോസ് ബാബയോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. എന്താ ബാബ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു. ഇയാൾ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ബാബയെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചു, ഇറാഖിൽ എന്താണ് സംഭവിച്ചതെന്ന് ബാബയോട് ചോദിച്ചു. അത്ര മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ തന്നെ ബാബ നമുക്ക് ചാപ്പലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ചാപ്പലിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജോൺ കവാത്ത് തിരുമേനി പറഞ്ഞത്, ഇറാഖിൽ പ്രശ്നമാണ്, ഭീകരന്മാർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്, മൂസലിൽ വളരെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്, നമ്മുടെ ആളുകളെല്ലാം അവിടുന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനേകം പേര് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. ബാബ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് പറഞ്ഞു, വി ആർ ഗോയിങ് ടു ഇറാഖ് ടുമോറോ, നാളെ ഇറാഖിലേക്ക് ഞാൻ പോവുകയാണ് എന്ന്. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഇറാഖിലേക്ക് കൂടെയുള്ള തിരുമേനിമാരെയും കൂട്ടിക്കൊണ്ട് പോയി. ഒരുപക്ഷെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ ബാബ നിലത്തിരിക്കുന്ന പടങ്ങൾ ഒക്കെ കണ്ടിട്ടാണ് ഇറാഖിലെ കഷ്ടപ്പെടുന്നവർ അവിടത്തേക്ക് ബാബ ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ ബാബയോട് പലരും പറഞ്ഞു, പോകരുത്, അങ്ങോട്ട് പോകണ്ട, കാരണം വളരെ അപകടം പിടിച്ച സ്ഥലമാണ്, നിങ്ങളങ്ങോട്ട് പോകരുത്. ബാബയ്ക്ക് ഒരു കൂസലുമില്ലാതെ ബാബ പോവുകയാണ്. ഇവിടെ കാണുന്നതാണ്, മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ബാബയ്ക്ക് ഇത്ര ധൈര്യം കിട്ടുന്നതെന്ന്. ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പിൽ, അത് ഇവിടെ ഷെയർ ചെയ്തതായിരിക്കാം എങ്കിലും പറയാം, ഞങ്ങൾ മാറസദിനായി സിറിയയിൽ സഖാപ്രദൻ ബാവ കാലം ചെയ്ത് സഖാപ്രദൻ ബാവയെ അടക്കിയ സ്ഥലമാണ് മാറസദിനായ. അവിടെ മാർ അഫ്രൈം സെമിനാരി ഉണ്ട്. ആ സെമിനാരിയിലാണ് ഞാൻ താമസിക്കുന്നത്. ബാവ അവിടെ വന്നിട്ട് ബാവ പറഞ്ഞു, ഞാൻ ഹോംസിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹോംസിന് അടുത്തുള്ളൊരു പട്ടണം, അടുത്തുള്ളൊരു ഗ്രാമം, അവിടേക്കാണ് പോകുന്നത്. അവിടെ പോകുന്നതിനൊരു കാര്യമുണ്ട്. അതിന് കഴിഞ്ഞ് 2 ദിവസം മുമ്പാണ് ഈ ഭീകരന്മാരുടെ ആക്രമണത്തിൽ ഒരു പട്ടാളക്കാരൻ, ചെറുപ്പക്കാരനായ പട്ടാളക്കാരൻ രക്തസാക്ഷിയായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിന് 6 മാസം പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞുമുണ്ട്. ഈ പട്ടാളക്കാരൻ്റെ അടക്കത്തിന് വേണ്ടിയാണ് ബാബ പോകുന്നത്. അന്നേരം കൂടെയുള്ളവരെല്ലാം ബാബയോട് അന്നേരം പറഞ്ഞു, ഇല്ല ബാബ എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരെയും അറിയിക്കുന്നില്ല. ആളുകളെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അവരെല്ലാം ഇങ്ങനെ അധൈര്യപ്പെടുത്തും, ബാബ പോകണ്ട, ബാബയുടെ ജീവനോർത്ത്, ജീവൻ കൊടുത്തൊന്നും ചെയ്യണ്ട എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ബാബയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പറയുന്നത്, അങ്ങോട്ടെങ്ങും പോകണ്ട എന്ന് പറയും. പിന്നെ ബാബ പറയുന്നില്ല, ഞാനതൊന്നും ഓർക്കുന്നില്ല, മുമ്പേ പറഞ്ഞ വചനമാണ്, എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എന്നിട്ട് അന്ന് തന്നെ അതിനതുകൊണ്ട് 6 കിലോമീറ്റർ അടുത്ത് ഭീകരന്മാരുടെ താവളമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. 6 കിലോമീറ്റർ അടുത്ത് ഭീകരന്മാരുടെ താവളമുള്ള ഒരു സ്ഥലത്തേക്കാണ് ബാബ പോയത്. പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, പട്ടാളക്കാരുടെ സംരക്ഷണത്തിലാണ് പോയത്. എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 19-ാം അധ്യായം ഇവിടെയുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 22-ാം വചനം, 22ഉം 23. ഇതാ, ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറൂസലേമിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു. എനിക്ക്
എന്തു സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അവിടെ എന്താണ്? അവിടെ എനിക്ക് എന്തു സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരാഗൃഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് അവിടെയെല്ലാം നമ്മളെ കാത്തിരിക്കുന്നത് എന്താണ്? പീഡനങ്ങളാണ്. കാരാഗ്രഹം ഉണ്ടോ എന്നറിഞ്ഞൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമൊക്കെയാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വ്യക്തമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് കാരാഗ്രഹങ്ങളും പീഡനങ്ങളുമൊക്കെയാണ് ഉള്ളതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? നിങ്ങൾ ഭയപ്പെടേണ്ട. പീഡനത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? പീഡനം ഉണ്ടാകും. അതിനകത്ത് നിങ്ങൾ അതിനെ പേടിക്കണ്ട. 2 തിമോത്തിയോസ്, പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. അത് 10 മുതൽ 12 വരെ വായിച്ചു. അപ്പോൾ അറിയാം. 10 മുതൽ 12 വരെ. ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും. കാരണം പൗലോസ്ലീഹ പറയാണ്, ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യായിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും. എനിക്ക് എന്ത് സഹിക്കേണ്ടി വന്നു? മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നു. അതെല്ലാം നിനക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. യേശുക്രിസ്തുവിനോട് ഒന്നായി ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവരൊന്ന് കൈവകിക്കേ. ദൈവത്തിന് സ്തുതി. ആഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കും? പീഡിപ്പിക്കപ്പെടും. പീഡനത്തെ പേടിയുണ്ടോ? പേടിക്കണം? വേണ്ട. അതുകൊണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് പീഡനത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട. പത്രോസ്ലീഹ പറയാണ്, 1 പത്രോസ് 4-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത്. എന്ത് പരീക്ഷകളാണ് ഉണ്ടാകാൻ പോകുന്നത്? നമുക്ക് അഗ്നിപരീക്ഷകൾ. അയ്യോ, എന്ത് പരീക്ഷയാണ് ഉണ്ടാകാൻ പോകുന്നത്? അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാലെന്ന പോലെ, അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പരിഭ്രമിക്കരുത്, പേടിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. എന്ത് ചെയ്യണം? ആഹ്ലാദിക്കണം. അപ്പം ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 2 കാര്യം ചെയ്യും. ഒന്ന്, പോയി നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? കരയുമായിരിക്കും. ഞങ്ങളാണ് എന്ത് ചെയ്യും? ആരെങ്കിലും നമ്മളെ ആക്രമിക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? അടിക്കുന്നവർക്ക് എന്ത് ചെയ്യും? നമ്മൾ തിരിച്ച്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കരയരുത്. പിന്നെന്ത് ചെയ്യണം? ആഹ്ലാദിക്കണം എന്ന് മാത്രമല്ല, സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ വേദനിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ആരെ പ്രതി? യേശുക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കും. പരിശുദ്ധ പാത്രീർക്കീസ് ബാവയുടെ ഫോട്ടോ കണ്ടിട്ടുള്ളവർക്ക്, അല്ലെ നേരിട്ട് കണ്ടവർക്കറിയാം, അദ്ദേഹം എപ്പോഴും കരഞ്ഞുകൊണ്ടാണോ ഇരിക്കുന്നത്? ചിരിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? എങ്ങനെയാ ഇരിക്കുന്നത്? ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാം? കഷ്ടതകൾ, എന്നാൽ വലിയ സഹനത്തിലാണ് അവിടെ കഴിയുന്നതെന്ന് ഓർക്കണം. സിറിയയിൽ കഴിയുന്നത് എങ്ങനെയാണ്? വലിയ സഹനത്തിലാണ്. എങ്കിലും ആ ചിരി എന്തുകൊണ്ടാണ്? ആരിലാണ് സന്തോഷിക്കുന്നത്? കർത്താവിൽ സന്തോഷിക്കുകയാണ്.
പീഡനങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? പതറിപ്പോകരുത്, തളർന്നു പോകരുത്. പിന്നെയോ എന്ത് ചെയ്യണം? കർത്താവിൽ സന്തോഷിക്കുവിൻ. എന്നിട്ട് എന്താണ്? മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഇനിയും ഇപ്പോൾ നമ്മൾ സന്തോഷിക്കും, യേശുക്രിസ്തു സന്തോഷിക്കും. ഇനിയും ദൈവ മഹത്വം വെളിപ്പെടുമ്പോൾ, നിന്റെ മഹത്വം ഉദിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? വലഭാഗത്ത് നിന്റെ മഹത്വ കർത്താവേ, നിൻ രക്തശരീരങ്ങൾ ഭക്ഷിച്ച് ഭക്തരതായി മരിച്ചവർക്ക് എന്ത് ചെയ്യണം? അരുളണം നല്ല ഓർമ്മ. പിന്നെന്താ പറയുക? നിന്റെ മഹത്വം ഉദിക്കുമ്പോൾ വലഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? നമ്മൾ കരയും എന്നാണോ? നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ സന്തോഷിക്കും, അത്യധികം ആഹ്ലാദിക്കും. പിന്നെയോ ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അല്ലേ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം എവിടെയോ വചനം പങ്കുവെച്ചപ്പോൾ പറഞ്ഞ, ഞങ്ങൾ ഇവിടെ ഈ കേരളത്തിലൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് നിന്ദിക്കപ്പെടുന്നതെന്ന് അറിയാവോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ദിക്കപ്പെടുന്നത്. ഞങ്ങൾ ബൈബിൾ കൈ പിടിക്കുന്നത് കാണുമ്പോൾ മറ്റവർ പറയും, എന്ത്? ഒരു പുണ്യവൻ വന്നിരിക്കുന്നത്, ഒരു പുണ്യവതി വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിന്ദനം, അല്ലേ? ഞങ്ങൾ അവിടെ നിന്ദനം ഏർക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സിറിയയിൽ എങ്ങനെയാണ് നിന്ദനം ഏർക്കുന്നത്? നിങ്ങൾ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഓർക്കുക, ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. പിന്നെയോ എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നതിന്റെ അടയാളമാണ് എന്ത്? സഹനങ്ങൾ. ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ തെളിവാണ് സഹനങ്ങൾ. അപ്പൊ സഹനങ്ങളുണ്ടോ നിങ്ങൾക്ക്? അയ്യോ, സഹനം മാത്രമേ ഉള്ളൂ. ഇവിടെ ഓർത്തോണം, എന്താണ്? ആരുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നതിന്റെ അടയാളമാണ് സഹനങ്ങൾ. വീണ്ടും, നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. രണ്ടു തരം സഹനമുണ്ട്. ഏതൊക്കെയാണ് രണ്ടു തരം സഹനം? ഒരു സഹനം ഇതാ ഇവിടെ പറയുകയാണ്. 1 പത്രോസ് 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ആരും തന്നെ കൊലപാതകിയായി പീഡ സഹിക്കാൻ ഇടയാകരുത്, മോഷ്ടാവായിട്ട് പീഡ സഹിക്കാൻ ഇടയാകരുത്, ദുഷ്കർമ്മിയായി പീഡ സഹിക്കാൻ ഇടയാകരുത്. പിന്നെയോ 16-ാമത്തെ വാക്യം, ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിലവൻ ലജ്ജിക്കാതിരിക്കട്ടെ. ക്രിസ്ത്യാനി എന്ന നാമം നിമിത്തം പീഡ സഹിക്കുന്നതിൽ നിങ്ങൾ ലജ്ജിക്കരുത്. മനുഷ്യപുത്രന്റെ മുമ്പിൽ അവനെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ അവനും ഏറ്റുപറയും. മനുഷ്യപുത്രന്റെ മുമ്പിൽ നമ്മൾ അവനെ തള്ളിപ്പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ നമ്മളും തള്ളിപ്പറയപ്പെടും. അവൻ നമ്മളെയും തള്ളിപ്പറയും, അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്രിസ്ത്യാനി എന്ന നാമം നിമിത്തം പീഡകൾ സഹിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാരല്ലേ? നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതാണ്, ക്രിസ്ത്യാനി എന്ന നാമനിമിത്തം നിങ്ങൾ പീഡ സഹിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. വീണ്ടും, പിന്നെയോ ക്രിസ്ത്യാനി 1 പത്രോസ് 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. രണ്ടു തരത്തിൽ സഹനങ്ങളുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അത് എന്തൊക്കെ തരത്തിലാണെന്ന് ഒന്നുകൂടെ പറയാണ് പത്രോസ് ശ്ലീഹ. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. കേട്ടോ, എന്തായാലും നമുക്കെന്തുണ്ട്? കഷ്ടത. നന്മ പ്രവർത്തിച്ചാലും കഷ്ടത, തിന്മ പ്രവർത്തിച്ചാലും കഷ്ടത. എന്നിട്ട് പത്രോസ് ശ്ലീഹ പറയുകയാണ്, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്ന എന്നതിനേക്കാൾ നല്ലത് ഏതാണ്? നന്മ പ്രവർത്തിച്ചിട്ട്. അപ്പൊ നന്മ പ്രവർത്തിച്ചാലും കഷ്ടതയുണ്ട്, എന്തായാലും നമുക്ക് എന്തുണ്ട്?
കഷ്ടപ്പാടുണ്ട്. നന്മ പ്രവർത്തിച്ചിട്ടും കഷ്ടപ്പാടുണ്ട്, തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടപ്പാട്. ഇനിയും 1 പത്രോസ് 1-ാം അധ്യായം 7-ാമത്തെ 6ഉം 7ഉം തിരുവചനങ്ങൾ. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. പത്രോസ്ലിയ പറയുകയാണ്, കുറച്ചു കാലം നിങ്ങൾക്ക് എന്തുണ്ടാകും? പരീക്ഷകളൊക്കെ കാരണം നിങ്ങൾ കരയേണ്ടി വരും, എങ്കിലും വ്യസനിക്കേണ്ടി വരും, എങ്കിലും അതിൽ നിങ്ങൾ അല്പകാലത്തേക്ക്, ഞാൻ പറയുന്നത് ഏറ്റു പറഞ്ഞു, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. എന്ത് ചെയ്യണം? കണ്ടോ, ഇപ്പൊ കഷ്ടത വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ അവരെ കുറ്റം പറയാൻ പോകരുത്, പിന്നെ അവരെ ഇത് ചെയ്യാൻ പോകരുത്, അവർക്കെതിരെ ഒന്നും പ്രവർത്തിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പീഡിപ്പിക്കുന്നവർക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ നമ്മളെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അതുകൊണ്ട് അല്പകാലത്തേക്ക് വ്യസനിക്കേണ്ടി വന്നാലും നിങ്ങൾ അതിൽ ആഹ്ലാദിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ഉം 12-ഉം വചനങ്ങൾ. 10 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. പിന്നെയോ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും മനുഷ്യർ നിങ്ങളെ എന്ത് ചെയ്യും? അവഹേളിക്കും, പിന്നെ പീഡിപ്പിക്കും. എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയും. സത്യം പറഞ്ഞിട്ട്, നമ്മൾ തെറ്റ് ചെയ്തിട്ട് സത്യം അതവർ പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ചെയ്യാത്തതിനെ കുറിച്ച് എന്ത് ചെയ്യും? വ്യാജം പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഉപദ്രവിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നിട്ട് എന്താണ്? നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. വീണ്ടും പൗലോസ്ലീഹ കർത്താവ് പറയാണ് മത്തായി ശ്രീയുടെ സുവിശേഷത്തിലൂടെ, കഷ്ടതകൾ വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. പൗലോസ്ലീഹ പറയുന്നില്ലേ, സന്തോഷിക്കുവിൻ, എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുവിൻ, കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ ഇരിക്കണം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16-ാം വാക്യം, 16-ഉം 17-ഉം വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷം. അതുകൊണ്ട് നമ്മൾ തുടങ്ങിയത് ഇതാണ്, മരണത്തെ നിങ്ങൾ ഭയപ്പെടരുത്. എന്തും സന്തോഷത്തോടെ സ്വീകരിക്കാൻ സിറാക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു. സിറാക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുപ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നമുക്ക് എന്തുണ്ട്? പ്രലോഭനങ്ങളുണ്ട്, പക്ഷെ അതിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. 4-ഉം 5-ഉം വചനങ്ങൾ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. വരുന്ന ദുരിതങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തുകൊള്ളുക? സ്വീകരിച്ചു കൊള്ളുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പീഡനങ്ങൾ വരുമ്പോൾ നിങ്ങൾ പീഡനങ്ങളെ ഭയപ്പെടരുത്. നമ്മൾ പീഡനങ്ങൾ വരുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്, എങ്കിലും നമുക്ക് എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പീഡനങ്ങൾ വരുന്നത് നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. സഹനത്തിൻ്റെ ചൂളയിലാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ ശുദ്ധി ചെയ്യപ്പെടുന്നത്. സ്വർണം ശുദ്ധി ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? തീയിലിട്ടാണ് അതിൻ്റെ മാറ്റ് പരിശോധിക്കുന്നത്. എന്നാൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരോ പീഡനത്തിൻ്റെയും സഹനത്തിൻ്റെയും തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്, അല്ലേ?
യെശയ്യാ പ്രവചനം 48-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എങ്ങനെയാണ് ശോധന ചെയ്തത്? എങ്ങനെയാണ് ശോധന ചെയ്തത്? കഷ്ടതയുടെ ചൂളയിൽ ഇതാ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ കഷ്ടപ്പാടുകൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ പതറിപ്പോകരുത്, തളർന്നു പോകരുത്. കാരണം ഞങ്ങൾക്കിത് പറയാൻ ധൈര്യമുണ്ട്. കാരണം കഷ്ടതയുടെ മധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാവരെയും ഇപ്പോൾ സിറിയയിലേക്ക് സ്വാഗതം ചെയ്ത് നിങ്ങൾ വരാൻ തയ്യാറാണോ? തിരുമേനി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോക്കോ, പക്ഷേ അങ്ങോട്ട് വരാൻ നിങ്ങൾക്കെല്ലാം സിറിയയിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ ഇരുന്നോളാം അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, ഇതാ എബ്രായ ലേഖനം 12-ാം അധ്യായം 10-ഉം 11-ഉം വചനങ്ങൾ. ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിച്ചു. ഈ ഭൂമിയിലെ പിതാക്കന്മാരൊക്കെ, നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ നമ്മളെ കുറച്ച് സമയം പരിശീലിപ്പിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത്, ദൈവം നമ്മെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത്, സഹനങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നത്. നമുക്ക് വരുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്? ദൈവം അതെല്ലാം എന്തിനായി മാറ്റും? നന്മയ്ക്കായി മാറ്റും. കഷ്ടതകൾ കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പിന്നെയോ അവിടുത്തെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിന് വേണ്ടി. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8-ഉം 9-ഉം വചനങ്ങളല്ലേ? അല്ലെങ്കിൽ 9-ാമത്തെ വചനം. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. യേശുവുമായി ഒന്നായി ചേരുക അല്ലേ? വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് അവരുമായി നമ്മൾ എന്ത് ചേരുകയാണ്? ഒന്നായി ചേരുകയാണ് അല്ലേ? വിശുദ്ധ കുർബാനയിലൂടെ നമ്മിൽ വരുന്ന കർത്താവ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ആരാണ് ജീവിക്കുന്നത്? യേശുവാണ് ജീവിക്കുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വചനം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. യേശു ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പാപം ചെയ്യുവാൻ പാടുണ്ടോ? പാടില്ല. പാപത്തെ വിട്ടൊഴിഞ്ഞ്, പാപത്തെ വെറുത്ത്, പിശാചിനെ ഉപേക്ഷിച്ച് നമ്മൾ ആരെ സ്വീകരിക്കുകയാണ്? യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം നമ്മൾ ആരുമായി താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു, ആരുമായി ഒന്നായി ചേർന്ന് കഴിഞ്ഞു? യേശു ക്രിസ്തുവുമായി ഒന്നായി ചേർന്ന് കഴിഞ്ഞല്ലേ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങളെന്ന് വായിക്കാവൂ. 10-ാം വചനം വായിക്കാവൂ. ഫിലിപ്പിയർ 3:10. അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സഹനങ്ങൾ ഏൽക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ആരുടെ സഹനത്തിൽ പങ്കുചേരുകയാണ്? യേശു ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേരുകയാണ്. പിന്നെയോ അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. എന്തിനോടാണ് താതാത്മ്യപ്പെടുന്നത്? യേശു ക്രിസ്തുവിന്റെ മരണത്തോട് താതാത്മ്യപ്പെടുകയാണ്. പിന്നെയോ അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയിർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ലഭിക്കും? മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ആരും മരണത്തെ ഭയപ്പെടരുത്. ആരെ ഭയപ്പെട്ടാൽ മതി? ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കുക, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ്
ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ പിതാവിൻ്റെ അപ്പോസ്തലിക ലേഖനങ്ങളിലെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ മരണത്തെ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നില്ല. ഞങ്ങൾക്കറിയാം കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന്. ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞങ്ങളിന്ന് അവിടെ ആയിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എങ്കിൽ നമ്മളൊന്നിനെയും ഭയപ്പെടണം. അയച്ചത് ആരാണ്? ദൈവമാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ സംരക്ഷിക്കും, അല്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മരണത്തെ ഭയപ്പെടരുത്. മരണത്തെ ജയിച്ച യേശുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ മരണത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന നിങ്ങൾ ഇനി എന്ത് ചെയ്താൽ മതി? ദൈവത്തെ പേട്. അതുകൊണ്ട് പാപത്തെ ഉപേക്ഷിക്കുക. ഇനിയും അനേകം പേർ സഹനങ്ങളിലൂടെ നമ്മുടെ മുമ്പേ കടന്നുപോയിട്ടുണ്ട്. അവരെയെല്ലാം നിങ്ങൾ ഓർക്കണം. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 32, 33 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അവരെ കുറിച്ച് പ്രതിപാദിക്കാൻ സമയം പോരാ എന്ന് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദെയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവേൽ ഇവരെക്കുറിച്ചും പ്രവാചകരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി. 35 വരെയുള്ള വചനങ്ങൾ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. പിന്നെയോ മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. കേട്ടോ, പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. പീഡനങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്തു? അതെല്ലാം സ്വീകരിച്ചു. അതാണ് നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം. ഈ കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീ, അതായത് ഇറ്റാലിയൻ ഹോസ്പിറ്റലുണ്ട് ദമാസ്കസിൽ. അപ്പോൾ അവിടുത്തെ കന്യാസ്ത്രീ ചോദിച്ചു, നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് ഞാൻ ഓർക്കുന്നില്ല. കന്യാസ്ത്രീ എന്നോട് പറഞ്ഞു, മലയാളിയാണ്, മലയാളി കന്യാസ്ത്രീയാണ്. എന്നോട് പറഞ്ഞു, തിരുമേനി ഒരു പിതാവേ എന്നാണ്, പിതാവേ നമ്മളിവിടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്, ഇസ്രയേൽ ഈ ദമാസ്കസിൽ ജീവിക്കുകയാണല്ലോ. ഒരു ബോംബ് സ്ഫോടനം വഴി നമ്മൾ മരിക്കുകയെന്ന് വിചാരിച്ചോ? അത് രക്തസാക്ഷിത്വം ആവുമോ എന്ന് ചോദിച്ചു. കാരണം യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി കഴുത്തറുത്തൊക്കെ കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കൊലപാതകം. പക്ഷേ ഇത് ഒരു ബോംബ് സ്ഫോടനം വന്ന്, ഇപ്പം ദമാസ്കസ് നഗരത്തിൽ എപ്പോഴും ഇങ്ങനെ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നതാണ്. അപ്പം ഒരു ബോംബ് സ്ഫോടനം വന്ന് മരിക്കുകയാണെങ്കിൽ അത് രക്തസാക്ഷിത്വം ആവുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പേടിക്കേണ്ട, അതും എന്താണ്? രക്തസാക്ഷിത്വമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. സിസ്റ്ററിനും ഉണ്ട്, എനിക്കും ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. കാരണം നമുക്ക് പറയാം, ഇത് സിറിയയാണ്, ഇവിടെ ബോംബാക്രമണം എപ്പോഴും നടക്കുന്ന സ്ഥലമാണ്, ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ട, ഞാൻ തിരിച്ചു പോവാണെന്ന് പറഞ്ഞാൽ ആരും നമ്മളെ തടുക്കത്തില്ല, അല്ലേ? ഞങ്ങൾക്ക് അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയി താമസിക്കണമെന്ന് പറഞ്ഞാലും ആരും എതിർക്കുകയില്ല. ഇതെല്ലാം അറിയാം. നമുക്ക് ഏത് നിമിഷവും നമുക്ക് മരണമുണ്ടെന്ന് അറിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ മനസ്സോടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ തന്നെ താമസിക്കുക. അതുകൊണ്ട് സിസ്റ്റർ പേടിക്കേണ്ട. ഇനി ബോംബാക്രമണത്തിൽ കൂടെ പോയാലും സിസ്റ്റർ എന്തായിക്കോളും? രക്തസാക്ഷിയായി. സിസ്റ്ററിന് വലിയ സന്തോഷമായി. ഇനി ബോംബാക്രമണത്തിലാണ് മരിക്കുന്നതെങ്കിലും നമ്മളെല്ലാം എന്തായിക്കോളും? രക്തസാക്ഷികളായിക്കോളും. അതുകൊണ്ടാണ് പറയുന്നത്, പീഡനത്തിൽ രക്ഷപ്പെടാൻ അവരെന്ത് ചെയ്തില്ല? അവർ ശ്രമിച്ചില്ല. എന്നിട്ട് പറയുകയാണ്, ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലരാകട്ടെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു തിരിഞ്ഞു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിന് ഇല്ലായിരുന്നു. വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവരെല്ലാം അലഞ്ഞു തിരിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ഉപേക്ഷിച്ചിട്ട്
ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. എബ്രായർ 11:25. പാപത്തിൻ്റെ നൈമിഷികങ്ങളായ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ പരിശുദ്ധ പാത്രീർക്കീസ് ബാവയെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനേകം സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിനുണ്ടാകുന്നുണ്ട് അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട്. എങ്കിലും അതെല്ലാം ധീരതയോടുകൂടി നേരിട്ടുകൊണ്ട് അവിടെ തന്നെ നിന്ന് യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകണം. അത് ജീവിതത്തിലൂടെയാണെങ്കിലും മരണത്തിലൂടെയാണെങ്കിലും സാക്ഷ്യം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു രക്തസാക്ഷിയാകുവാൻ ആഗ്രഹിക്കുന്ന പിതാവ്. പ്രിയപ്പെട്ടവരെ, അവർ കൂടെ നിൽക്കുന്ന കൂടെ തിരുമേനിമാരുണ്ട്, റമ്പാച്ചന്മാരുണ്ട്. അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവ് ഇങ്ങോട്ടേക്ക് എന്നെ അയച്ച സമയത്ത് പറഞ്ഞു, എവിടെ ചെന്നാലും അവിടെയെല്ലാം അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനം വാണരുളുന്ന പരിശുദ്ധ പിതാവിൻ്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളുമെല്ലാം നൽകണം എന്ന് അതെല്ലാം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അദ്ദേഹം തളർന്നു പോകാതെ സഭയെ മുന്നോട്ട് നയിക്കുവാൻ കൃപ ലഭിക്കാൻ, കൂടുതൽ കൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നാം ഓരോരുത്തരും മരണഭയങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവഭയമുള്ളവരായി യേശുവിന് വേണ്ടി നിർഭയം സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ നിങ്ങൾക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം എല്ലാവിധ കൃപകളും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.